ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ഇപ്പോൾ സാധാരണ വീട്ടമ്മമാർക്കെല്ലാം തന്നെ ഇപ്പോൾ കേക്ക്സ് എന്ന് പറയുന്ന കാര്യം, പലതരം കേക്ക്സ്, ഇപ്പോൾ കപ്പ് കേക്ക് ആണെങ്കിലും അല്ലാത്ത കേക്ക് ആണെങ്കിലും ഫ്രൂട്ട് കേക്ക്, സ്പോഞ്ച് കേക്ക്, ബട്ടർ കേക്ക്, ഇങ്ങനെ വ്യത്യസ്തമായ കേക്കുകൾ, പേസ്ട്രീസ്, ഇതെല്ലാം തന്നെ കുക്കീസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാനായിട്ട് അധികമായിട്ട് ബേക്കറിയിൽ പോയില്ലെങ്കിലും വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു അറിവ് ഇപ്പോൾ പല വീട്ടമ്മമാർക്കും ഉണ്ട്. ഇപ്പോൾ പല വീടുകളിലും ഇലക്ട്രിക് അവനുണ്ട്, പിന്നെ അതല്ലെങ്കിൽ സ്റ്റീം ചെയ്തുണ്ടാക്കാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ്. അതേസമയം നമ്മൾ ബേക്കറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തായാലും ബേക്കറിയിൽ ചെന്ന് വാങ്ങിയേ പറ്റുള്ളൂ. എളുപ്പത്തിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്ന കാര്യം അതാണ്, ബേക്കറിയിൽ ചെന്ന് വാങ്ങുക. അതെന്ത് കാര്യത്തിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബേക്കറിയിൽ പോകുന്നത്? സ്ഥിരമായി പോകുന്നൊരു കാര്യത്തിനാണ്. അതായത് നമ്മൾ ബ്രെഡ് വാങ്ങാനാണ്. ബ്രെഡ്, ബണ്ണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബേക്കറിയിൽ തന്നെയാണ് പോയി വാങ്ങുന്നത്. അപ്പോൾ ബേക്കറി ആശ്രയിക്കുന്ന ഒരു പ്രധാന കാര്യം അതാണ്. പക്ഷേ എന്തുകൊണ്ട് ബ്രെഡും നമുക്ക് വീട്ടിൽ തയ്യാറാക്കിക്കൂടാ? അപ്പോൾ ബ്രെഡും നമ്മൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ബ്രെഡെന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ്. ആണോ അല്ലയോ? ബ്രെഡ് തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ബ്രെഡ് വീട്ടിൽ തയ്യാറാക്കുന്നത്, അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മൈദ മാവ് 1 കിലോ, ഈസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, റിഫൈൻഡ് ഓയിൽ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ, വെള്ളം 4 കപ്പ്. അപ്പോൾ നമ്മൾക്ക് ബ്രെഡ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ബ്രെഡിന് വേണ്ടിയിട്ട് ഒരു ഡോ ഉണ്ടാക്കണം. ഡോ എന്ന് പറഞ്ഞാൽ മാവ് കുഴച്ച് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ മൈദ മാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കിലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കപ്പ് അളവ് പറയുകയാണെങ്കിൽ 240 ml കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അളവ് കപ്പ്. ആ മെഷറിംഗ് കപ്പിൽ ഏതാണ്ട് ഒരു 7.5 കപ്പോളം വരും. ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഡയറക്റ്റായിട്ട് 1 കിലോ പാക്കറ്റിൻ്റെ മാവ് വാങ്ങിയത് കവറിന്ന് പൊട്ടിച്ച് ഡയറക്റ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. അളന്നൊന്നും നോക്കിയിട്ടില്ല, പക്ഷേ 1 കിലോ ആണ് കണക്ക്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്രാന്യൂൾസ് തന്നെയാണ്. ഇത് ഫോറിൻ ഈസ്റ്റാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ നാടൻ ഈസ്റ്റാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈസ്റ്റ് ആണെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതൽ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ എന്നുള്ള ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. ഇത് ബ്ലോക്കല്ല, ഇതിങ്ങനെ പൊടിയായിട്ടുള്ള ഈസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. സാധാരണ ഒരു ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മധുരമുള്ള സ്വീറ്റ് ബ്രെഡ് അല്ലല്ലോ, സാധാരണ ബ്രെഡാണ്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാര വേണമെന്നില്ല, ഗ്രാന്യൂൾസ്. സാധാരണ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 2 ടീസ്പൂണോളം ഉപ്പും വേണ്ടി വരും. അപ്പോൾ അളവ് നോക്കിയിട്ട്, കാര്യം ഇതെല്ലാം നമ്മുടെ ഒരു മെഷർമെൻ്റാണ്. പിന്നെ ഉപ്പിൻ്റെ അളവ്, മധുരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വയം തീരുമാനിക്കണം. യോജിപ്പിക്കും. ഇപ്പോൾ മിക്സിങ്ങിന് എന്തായാലും ഞാനിവിടെ ഒരു നമ്മുടെ മിക്സർ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ ബൗളിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, യോജിപ്പിച്ച കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ ഇത് 1 കിലോ മൈദ മാവ്, 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഏതാണ്ട് 2 ടീസ്പൂണോളം ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഏതാണ്ട് ആദ്യത്തെ മിക്സിങ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങൾ, അതായത് നമ്മളിനി എണ്ണ, റിഫൈൻഡ് ഓയിൽ, ഏത് തരം എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, റിഫൈൻഡ് ഓയിൽ ഏത് ബ്രാൻഡും ആകാം, ഒരു 4 ടേബിൾ സ്പൂൺ, 4-5 ടേബിൾ സ്പൂൺ വേണമെങ്കിലും ചേർക്കാം. എണ്ണയും അതിനോടൊപ്പം 4 കപ്പ് വെള്ളം. ഇതിപ്പോൾ 4 കപ്പ് വെള്ളം അളന്നതാണ്. ഏകദേശം. എന്നിട്ട് ഇതിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ മെഷീനൊന്നും വേണം യാതൊരു നിർബന്ധമില്ല. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു മിക്സർ, ഒരു ബ്ലെൻഡർ ഉണ്ട്, അതുകൊണ്ട് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് നല്ലൊരു പ്രതലം കിട്ടുകയാണെങ്കിൽ, ഇതുപോലെ ഒരു പാദമുറം കിട്ടുകയാണെങ്കിൽ അവിടെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ലതായിട്ട് സ്മൂത്താക്കി, നല്ല സോഫ്റ്റാക്കി എടുക്കും.
മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 4 കപ്പ്. ഇത് ശരിക്കും ഭയങ്കര ബലമാണ്. കാര്യം ഇത്രയും മൈദയല്ലേ, മൈദ 1 കിലോ ഇതിൽ കിടന്നിങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുവാണ്. മെഷീനെ അധികം കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ, കുറേ നേരമായി. 5 മിനിറ്റ് പോലും ആയില്ല, ഞാനൊരു 3 മിനിറ്റ്സ്. അത് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഉപയോഗിച്ചത്. അത്രയും സ്ട്രെയിൻ നമ്മൾക്ക് കുറഞ്ഞിരിക്കും, പക്ഷേ ഇദ്ദേഹത്തിന് സ്ട്രെയിൻ കൂടി. അപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ? നമുക്ക് കൈ കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാൻ എന്തായാലും കുഴയ്ക്കാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. കുറച്ച് ശക്തി വേണം. എന്തായാലും എൻ്റെ ഒരു വിരലിലെ എല്ലാ മോതിരവും മാറ്റിയിട്ടുണ്ട്. കാര്യം മാവ് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കട്ടെ. അല്ല, തയ്യാറെടുപ്പ് ഉണ്ട്. കയ്യിലൊരല്പം എണ്ണ തടവാം. ഒരല്പം ഒന്ന് എണ്ണയിൽ മുക്കിയിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനിയാണ് ശരിക്കുള്ള നീഡിങ് ആരംഭിക്കുന്നത്. നമ്മൾ ശരിക്കും നന്നായിട്ട് നല്ല ബലം പ്രയോഗിച്ച് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് എത്രത്തോളം ശക്തി ഉണ്ടോ അത്രത്തോളം ശക്തി നമുക്കിതിൽ പ്രയോഗിക്കാം. നന്നായിട്ട് മാവിന് നല്ല പദം വരുത്താനാണ് നമ്മളിങ്ങനെ അടിച്ചു കുഴയ്ക്കുന്നത്. ഇതിനെ ഒന്ന് എന്താ പറയുക, ഒരു ഭാഗത്തേക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, തിരിച്ച് വെച്ച് അടയ്ക്കണം പ്ലേറ്റ്. ഏത് വെച്ചിട്ടാണ്, കാര്യം ഇതിങ്ങനെ പൊങ്ങി വരും, അന്നേരം ആ പാത്രത്തിലൊക്കെ തട്ടില്ലേ. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണിത് മാറ്റി. 1 മണിക്കൂർ സമയം AC-ലൊന്നും വെക്കരുത്, സാധാരണ റൂം ടെമ്പറേച്ചർ ഉള്ള ഭാഗത്ത് വയ്ക്കുക. എന്തായാലും നമ്മുടെ മാവ് ഞാൻ ഒന്ന് ഡബിൾ സൈസായിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാൻ പോകണം, പ്രൂവ് ചെയ്യാനായിട്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക്. ഇപ്പോൾ 1 മണിക്കൂർ സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഡോ ഞാൻ കുഴച്ചത് കണ്ടല്ലോ, നന്നായിട്ട് ആരോഗ്യം മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് കുഴച്ചത്. അതിങ്ങനെ പൊങ്ങി ശരിക്കും ഡബിളല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു എത്രയായിരുന്നോ അതിൻ്റെ 2 ഇരട്ടി വലിപ്പം ആയിക്കഴിഞ്ഞു. കണ്ടല്ലോ, പാത്രം നിറഞ്ഞ് കവിയുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. ഇതൊന്ന് തൊട്ടാൽ മതി, അത് താഴേക്ക് പോകും. അപ്പോൾ നമ്മുടെ മാവിനെ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ? ഒന്നുകൂടി കുഴയ്ക്കാൻ പോകണം. അപ്പോൾ കയ്യിലൊരല്പം എണ്ണ ഞാൻ തടവിയിട്ടുണ്ട്. തൊട്ടാൽ മതി, താഴേക്ക് പോകും. ആഹാ, സോഫ്റ്റ് കണ്ടില്ലേ, മാവ് അതിങ്ങനെ പൊങ്ങി ബൾബ് പോലെ ആയതാണ്. അതെ, ഇതിപ്പോൾ വീണ്ടും ചുരുങ്ങി. ഇനി വീണ്ടും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് നീഡ് ചെയ്യാം, നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. കണ്ടല്ലോ, ഇതാണ് സംഗതി. ഇതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കുന്ന ടിന്ന് ഏതാണോ വലിപ്പം അതനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ കയ്യിലുള്ള കാണിച്ചു തരാം ഏതാണ് നമ്മുടെ ഇരിക്കുന്ന ബ്രെഡ് ടിൻസ്. ഇതിപ്പോൾ 2 സൈസാണ്. ഇത് ചെറിയ ബ്രെഡ്, ഇത് വലിയ ബ്രെഡ്. അതിനുള്ള അളവ് ഈ വലിയ ബ്രെഡിൻ്റെ മുകളിൽ ചെയ്യുകയാണെങ്കിൽ ഈ അളവിൽ നിന്നും 3 വലിയ ബ്രെഡ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല ശരിക്കും ഇത്രയും വലുപ്പത്തിനുള്ള ബ്രെഡ്, അത്രയും സൈസുള്ള ബ്രെഡ് വേണ്ടെന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെ ഉണ്ടാക്കാം. ഈ സൈസാണെങ്കിൽ എനിക്ക് 5 എണ്ണം വരെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ബ്രെഡ് ടിന്ന് നമ്മൾ തയ്യാറാക്കുന്നതും കേക്ക് ടിന്ന് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. അതായത് ഇങ്ങനെ ടിന്ന് എടുത്തിട്ട് ആ ടിന്നിലേക്ക് ഒരല്പം എണ്ണ തടവുക, വെണ്ണയ്ക്ക് പകരം എണ്ണ. എന്നിട്ട് അതിലേക്ക് മൈദ മാവ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിതറി എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് എക്സസ് കൂടുതലായിട്ടുള്ള മാവ് തട്ടിക്കളയുക. അങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിൽ നിന്നും ആവശ്യാനുസരണം, ഞാൻ പറഞ്ഞില്ല ഇത് 3 വലിയ ബ്രെഡാണെങ്കിൽ 3 വലിയ ബ്രെഡ്, അതിനനുസരിച്ചിട്ടുള്ള മാവ് ഇതിൽ നിന്ന് എടുക്കുക. മുറിച്ചെടുക്കുക ആവശ്യാനുസരണം. എന്നിട്ട് ഈ പാത്രത്തിന് കണക്കാക്കിയിട്ട് നമ്മൾ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ബ്രെഡിൻ്റെ ഡോ നമ്മൾ ഒരു ടിന്നിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ഈ ടിന്ന് അനക്കാണ്ട് നേരത്തെ വെച്ചതുപോലെ തന്നെ AC റൂമിലല്ല, AC ടെമ്പറേച്ചറിലും അല്ല, റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റി വയ്ക്കുക. അല്പം ചൂട് കിട്ടുന്ന രീതിയിൽ തന്നെ ഏതാണെങ്കിലും ആ റൂമിൽ ഒരു ചൂടുണ്ടാവുമല്ലോ. വീണ്ടും ഒരു 10-20 മിനിറ്റ് വയ്ക്കുമ്പോൾ ഇതും ഇങ്ങനെ പൊങ്ങി വരും. അതിനെ പ്രൂവ് ചെയ്യാനായിട്ടൊരു സമയം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനിലേക്ക് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എഗ് വാഷ് ചെയ്യുക. അതായത് മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി ചേർത്ത് ബീറ്റ് ചെയ്ത് അത് ഇപ്പം പാലും കൂടി വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടൊന്ന് തടവാം. അതല്ലെങ്കിൽ ഇച്ചിരി വെള്ളവും എഗ്ഗും മുട്ടയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ തടവിയിട്ടാണ് ബേക്ക് ചെയ്യേണ്ടത്. എന്തായാലും ഇതിനെയും അനക്കാണ്ട് നമുക്കൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ 2 ബ്രെഡ് ടിന്നിലും
ബ്രെഡിൻ്റെ മാവ് നിറച്ച് കഴിഞ്ഞു. നിറയ്ക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 1/4 ഭാഗം, ഒരു 1/4 ഭാഗം വരുന്ന അത്രയും രീതിയിലേ വെക്കാവുള്ളൂ. കാര്യം ഇത് ഇങ്ങനെ ഡബിൾ സൈസ് ആകുമല്ലോ. എന്തായാലും ഒരു 10-20 മിനിറ്റ് സമയം കൊടുക്കുക, ഇതൊന്ന് പൊങ്ങി വരട്ടെ. അതൊരു വെയിറ്റ് ചെയ്യുക, ഒരു ഷോർട്ട് മാജിക്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഡോ നമ്മൾ ആ ബ്രെഡിൻ്റെ ടിന്നിലേക്ക് മാറ്റിയത് കറക്റ്റായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. അതും ഡബിൾ സൈസ് ആയി കഴിഞ്ഞു, കണ്ടല്ലോ. ഈ രീതിയിലായി കഴിഞ്ഞു. ഇനി ഇത് അധികം അനക്കരുത്. ഇത് ശരിക്കും ഇത് നന്നായിട്ട് പൊങ്ങി കഴിഞ്ഞാൽ ഇനി നമ്മളിത് അധികം ഒലയ്ക്കാൻ പാടില്ല. വീണ്ടും ഇങ്ങനെ ഒരുപാടൊക്കെ ആക്കിയാൽ അത് താഴേക്ക് പോകും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ വളരെ സാവധാനം ഒരു ബ്രഷ് കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു എഗ് വാഷ് കൊടുക്കുക. മുട്ട എഗ് വൈറ്റ് മാത്രമാകാം, അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ മാത്രമാകാം, അല്ലെങ്കിൽ മുട്ട മുഴുവനായിട്ട് എടുത്തിട്ട് ഒരല്പം വെള്ളം അല്ലെങ്കിൽ ഇച്ചിരി പാല് ചേർത്തൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് എഗ് വാഷിനുള്ളതാണ്. അതായത് മുട്ട ഒന്ന് മുകളിൽ പുരട്ടുകയാണ്. സ്പൂൺ വെച്ചിട്ട് വളരെ സാവധാനം പ്രസ് ചെയ്യാണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇതിനൊരു ഗ്ലേസിങ്ങും, ഇത് ബേക്കായി കഴിയുമ്പോൾ ഒരു ഗ്ലേസിങ്, ഒരു ലൈറ്റ് ബ്രൗൺ, ഒരു ഗോൾഡൻ കളർ കിട്ടാനാണ് ഇത് ചെയ്യുന്നത്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇലക്ട്രിക് അവനിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഒരു 200-220 ഡിഗ്രി ചൂട്, 220 എന്ന് പറയാം, 220 ഡിഗ്രി ചൂടിൽ ഏതാണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ 20 മിനിറ്റ് സമയം ബേക്ക് ചെയ്യണം. നോക്കുക, ബ്രെഡ് പാകാവണം. സാവധാനം വയ്ക്കുക, അധികം അനക്കരുത്. ഇപ്പം നമ്മളുടെ ബ്രെഡ് കറക്റ്റ് പാകത്തിന് ബേക്കായി കിട്ടി. ഒരല്പസമയം ഞാൻ തണുക്കാനായിട്ട് വെച്ചു. ഇനി ഡീമോൾഡിങ്. ഒന്ന് അല്പം തണുത്ത് കഴിഞ്ഞിട്ടേ അത് മോൾഡിൽ നിന്നും മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ പതുക്കെ എടുക്കാം. ഇതിൽ നിന്ന് മോൾഡിൽ നിന്ന് കറക്റ്റായിട്ടതേ നമ്മളുടെ ബ്രെഡ് റെഡിയായി വന്നു. ഇതൊരു ബേക്കറിയിൽ ഉണ്ടാക്കുന്ന ബ്രെഡ് പോലെ തന്നെ. ഇനി നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിക്കാം. അതിപ്പോൾ തണുത്ത് കഴിഞ്ഞാലേ നമ്മൾ ഇങ്ങനെ മോൾഡിൽ നിന്നും മാറ്റാൻ പാടുള്ളൂ. ഇത് ഏറ്റവും ലളിതമായ രീതിയിൽ ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ ഒരു ബ്രെഡ് തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഇപ്പം പരീക്ഷിച്ച് മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക.